നമസ്കാരം, വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് ഈ ബൈക്ക് റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മെറ്റിയോർ 650 വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം ക്രൂസർ ബൈക്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. കാരണം ഇതിന്റെ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്, ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഡെയിലി കമ്മ്യൂട്ടർ ബൈക്ക് പോലെ അല്ല ഇതിന്റെ ഓവറോൾ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ആക്ച്വലി വലിയൊരു ബൈക്കാണ്. അതായത് 241 കിലോഗ്രാംസാണ് വരുന്നത് കേർബ് വെയിറ്റ്. അതുപോലെ തന്നെ 1500 മില്ലിമീറ്റേഴ്സാണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. സോ സിറ്റി ഡ്രൈവിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സൂപ്പർ മെറ്റിയോർ 650 ഒരു അടിപൊളി പ്ലഷ് റൈഡ് ആണോ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. ചെറിയ ചെറിയ റോഡ് അൻഡുലേഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ദ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. സോ ഈ ഒരു സ്റ്റിഫ്നെസ് ഉള്ള ഒരു സസ്പെൻഷൻ കൊടുക്കാൻ കാരണം 135 മില്ലിമീറ്റേഴ്സ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളൂ. 135 മില്ലിമീറ്റേഴ്സ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ അണ്ടർ ബെല്ലി സ്ക്രാച്ച് ആവാതെ നമ്മൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിഫ്നെസ് ഉള്ളൊരു സസ്പെൻഷൻ മസ്റ്റാണ്. സോ അതുമാണ് റോയൽ എൻഫീൽഡ് ഇങ്ങനെയുള്ളൊരു സസ്പെൻഷൻ കൊടുക്കാൻ കാരണം. പക്ഷേ പ്ലഷ്നെസ് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ കേട്ടോ, വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. അത് ഈ ഒരു റീസണിന് വേണ്ടിയിട്ടാണ്. സൂപ്പർ മെറ്റിയോറിൻ്റെ സെലസ്റ്റിയൽ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. സെലസ്റ്റിയൽ റെഡ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റ് ജോബാണ് ഇത്. സോ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, അതായത് സൂപ്പർ മെറ്റിയോറിൻ്റെ എല്ലാ സീറ്റിംഗ് പൊസിഷനും വളരെ വളരെ കംഫർട്ടബിൾ ആണ്. ക്രൂസർ ടൈപ്പ് ഓഫ് സീറ്റിംഗ് പൊസിഷനാണ്, കണ്ടില്ലേ? ഇത് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. ഇനി നിങ്ങൾ ഏത് വേരിയൻ്റ് എടുക്കുകയാണെങ്കിലും ഈ സംഭവം ഉണ്ടല്ലോ, ബാക്ക് റെസ്റ്റ്, ഇത് വളരെ വളരെ മസ്റ്റാണ്. എയ്തർ നിങ്ങൾ സെലസ്റ്റിയൽ വേരിയൻ്റ് എടുക്കുമ്പോൾ അത് മേ ബി ആഡ് ഓൺ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ആക്സസറി ആയിട്ട് ഇത് ഇവിടെ പിടിപ്പിച്ചോളൂ. കാരണം പില്യൻ റൈഡർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളി ടോർക്കായത് കാരണം ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഇത്. സോ സേഫ്റ്റി മെഷർ അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ നിങ്ങൾക്ക് ബാക്ക് റെസ്റ്റ് മസ്റ്റാണ്. സീറ്റ് ഹൈറ്റ് സൂപ്പർ മെറ്റിയോറിൽ വരുന്നത് 740 mm ആണ്. അതായത് 740 mm എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൈറ്റ് 6 ഫീറ്റ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ഹൈറ്റ് ഇനിയിപ്പോൾ 5.5 ഫീറ്റ് ആണെങ്കിലും ശരി, വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. സോ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഒരു ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിലും സൂപ്പർ മെറ്റിയോർ ഒരു ഓവറോൾ ഒരു കംഫർട്ട് തരുന്നൊരു ബൈക്കാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു റൈഡർ ആണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിരിക്കും സൂപ്പർ മെറ്റിയോർ ബിക്കോസ് ഓഫ് ദ സീറ്റ് ഹൈറ്റ്. സോ ഈ പോയിന്റിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ചാണ്. കാരണം ഒരു ക്രൂസർ ബൈക്കാണ്, 650 cc വരുന്നുണ്ട്, 240 കിലോ വെയിറ്റ് വരുന്നുണ്ട്. സോ ഈ ഒരു ക്രൂസർ ബൈക്കിന് മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു ഓവറോൾ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-22 ആണ്. സോ നിങ്ങൾ ഇതൊരു സിംഗിൾ ബൈക്ക് ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റി കമ്മ്യൂട്ട്സിന് അല്ലെങ്കിൽ ഓവറോൾ ഒരു മന്ത്ലി ഫ്യൂൽ എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും വരിക. അത് മനസ്സിൽ വെച്ചിട്ട് വേണം സൂപ്പർ മെറ്റിയോർ പർച്ചേസ് ചെയ്യാൻ. കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതൽ അല്ലെങ്കിൽ ഒരു പടി മേലെ എന്നാണ് എനിക്ക് സൂപ്പർ മെറ്റിയോർ 650 പറയാനുള്ളത്. കാരണം 650 cc എൻജിൻ, 241 കിലോഗ്രാം വരുന്ന ഒരു അടിപൊളി സ്റ്റൈലിംഗ് ഉള്ള ഒരു ക്രൂസർ ബൈക്ക് കേട്ടോ. സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈലിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീണ് പോകും. അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഓരോ എലമെൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എല്ലാം അമേസിംഗ് ആണ് എന്ന് തന്നെ എടുത്തു പറയണം. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വർത്ത് എവറി പെന്നി. കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതൽ അല്ലെങ്കിൽ ഒരു പടി മേലെയാണ് സൂപ്പർ മെറ്റിയോർ എന്ന് എൻ്റെ ഒരു അഭിപ്രായം. സോ ഓവറോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ പോയിന്റ്. നിങ്ങൾക്ക് ഒരു 650 cc ഒരു ക്രൂസർ ബൈക്കാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന 4-4.5 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഒരു മുതൽ തന്നെയാണ് സൂപ്പർ മെറ്റിയോർ 650 എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇതൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട പോയിൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട പോയിൻറ്റ്സ്. അതായത് സൂപ്പർ മെറ്റിയോർ ആണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക. ബൈ.